നാടിനെ ഞെട്ടിച്ച് ആലപ്പുഴ കരൂരിൽ യുവതിയുടെ അരും കൊല. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെയാണ് പ്രതി ജയചന്ദ്രൻ തലക്കടിച്ചു കൊന്ന് വീടിനടുത്ത പറമ്പിൽ കുഴിച്ചുമൂടിയത്. ജയചന്ദ്രനും വിജയലക്ഷ്മിയുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നുവെന്ന് ജയചന്ദ്രന്റെ ഭാര്യ സുനിമോൾ പറഞ്ഞു. വിജയലക്ഷ്മിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും സുനിമോൾ പറഞ്ഞു. ശനിയാഴ്ച പോലീസുകാർ വന്നിച്ചും പറഞ്ഞ് ഏതാണ് ഒരു ബുധനാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞിട്ടെങ്കിൽ ബുധനാഴ്ച ഇവിടെ ജയനുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ലായിരുന്നു, ഞാൻ വീട്ടു വിലയ്ക്ക് പോയിരിക്കുമായിരുന്നു പറഞ്ഞു. അന്നേരം പറയും ഇവിടെ വന്നെങ്കിൽ വന്നെന്ന്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ബോട്ടിലാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ബോട്ടി 5-6 ദിവസം ബോട്ടി സ്വിച്ച് ഓഫാണ്. അത് കഴിഞ്ഞപ്പോൾ ബോട്ട് കയറിയപ്പോൾ അവിടുന്ന് കൊണ്ടുപോയി. സഹോദരിയെ കാണുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് വിജയലക്ഷ്മിയുടെ കുടുംബവും പ്രതികരിച്ചു. 11-ാം തീയതി കൊണ്ടുവന്ന് അവിടെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്തായിരുന്നു. ഇതുപോലെ ചേട്ടത്തിയെ കാണുന്നില്ലെന്നും പറഞ്ഞ് അതനുസരിച്ച് അവർ അന്വേഷണത്തിന് പോയി. രാവിലെ വന്നിട്ട് പറഞ്ഞ് അവർക്ക് എന്തോ സംഭവിച്ചെന്ന്. അപ്പോഴപ്പോഴുള്ള ഒരാൾ വിളിച്ചു വരുത്തിയതാ, അയാൾ ഏതാണ്ട് ചെയ്തവള്. അമ്പലപ്പുഴയിലെ കരൂരിൽ നിന്ന് അല്പസമയം മുമ്പാണ് മൃതദേഹം കണ്ടെടുത്തത്. മനീഷ് മഹിപാലും അരുൺ രാജും കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഇതിൽ ഈ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുമോ? ഇതിൽ മറ്റാരുടെയെങ്കിലും പങ്കാളിത്തം? യഥാർത്ഥത്തിൽ ഇതിന്റെ മോട്ടീവ് എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് പ്രതി ഈ കൃത്യം നിർവഹിച്ചത്? ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിനൊരു വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, പെട്ടെന്നുള്ള പ്രകോപനമാണെന്നാണ് പ്രതി നൽകിയിട്ടുള്ള മൊഴി എങ്കിൽ കൂടി ജയചന്ദ്രന്റെ ഭാര്യ സുനിമോളുടെ മൊഴി കൂടി കണക്കിലെടുത്ത് ഇവർ തമ്മിൽ 2 വർഷത്തിലധികമായി ബന്ധമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബന്ധത്തിനെ തുടർന്ന് തർക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുനിമോൾ ആവശ്യപ്പെട്ടിട്ടും ഇവർ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് ജയചന്ദ്രൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് അത് തീർപ്പാക്കാതെ വിജയലക്ഷ്മിയെ പൂർണ്ണമായും തനിക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ആസൂത്രിതമാണോ എന്നുള്ള കാര്യത്തിൽ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, ഈ വീടിന്റെ പിൻഭാഗത്ത്, അതായത് ഇതാണ് ജയചന്ദ്രന്റെ വീട്. ഇത് നേരത്തെ ഇവർ താമസിച്ചിരുന്ന തീരദേശത്താണ്. അവിടെ നിന്നും 1.5 വർഷങ്ങൾക്ക് മുൻപാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. ഈ വീടിന്റെ പിൻഭാഗത്തുള്ള പറമ്പിൽ, അത് മറ്റൊരാളുടെ പറമ്പാണ്. ആ പറമ്പ് മനു എന്ന ആളുടെ വീടാണ്, പറമ്പാണ്. അയാളത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവിടെ പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടി അവിടെ തറക്കല്ലിട്ടത്. അങ്ങനെ ഒരു മാസങ്ങൾ കഴിഞ്ഞ് അവിടെ ഒരു വീട് ഉയരാൻ സാധ്യതയുള്ള സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അവിടെ നിന്നും തെളിവ് ശേഖരണം, അതായത് ഈ കുഴിച്ച സ്ഥലത്തു നിന്ന് എടുത്ത കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സംഘം അത് കൃത്യമായി തെളിവ് ശേഖരണ ഭാഗമായിട്ട് മാറ്റുകയാണ്. അങ്ങനെ പോലീസിന്റെ നടപടി ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം, അതായത് കുഴിക്ക് മുകളിൽ പിന്നീട് സിമന്റ് വിതറി അത് കോൺക്രീറ്റ് ചെയ്യാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആദ്യം കുഴിച്ചു മൂടുന്നത് 6-ാം തീയതി വൈകിട്ടോ 7-ാം തീയതി പുലർച്ചെയോ ആണ്. ഈ സമയത്ത് പിന്നീട് ഇയാൾ നിരീക്ഷിച്ച് വന്ന സമയത്ത് അതിന് പുറത്ത് നായ ഇത് മാന്തിയിരുന്നു, ഈ കുഴി മാന്തിയിരുന്നു. നായ കുഴി മാന്തിയ അത് കണ്ട് പിന്നീട് അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി താൻ തന്നെ സിമന്റ് വാങ്ങി അതിന് മുകളിൽ കുഴച്ച് തേച്ചു എന്നാണ് നിലവിൽ പ്രതി ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ കൃത്യമായ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ കൂടി മറ്റൊരു സഹായം ഇയാൾക്ക് ആ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണമാണ്. ഈ ജയചന്ദ്രനെ പറ്റി എന്താണ് പറയാനുള്ളത്? ജയചന്ദ്രന്റെ തീരദേശത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഈ പുനർഗേഹം പദ്ധതി പ്രകാരം വീട് കിട്ടി അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് താമസമായിട്ടുള്ളത്. കുറച്ച് നാളേ ഉള്ളൂ, ഏകദേശം 1-1.5 കൊല്ലമേ ഉള്ളൂ ഇങ്ങോട്ട് താമസമാക്കിയിട്ട്. ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ് അറിയാമോ? ഇവിടെ അങ്ങനെ ആരും അങ്ങനെ വലിയ സഹകരണമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പുള്ളി മത്സ്യത്തൊഴിലാളിയാണ്, ജോലിക്ക് പോകുന്നു വരുന്നു, അങ്ങനെയല്ല. മറ്റ് ആരോട്ടും അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. കേസുകളുടെ പശ്ചാത്തലം അങ്ങനെയൊന്നും ഇത് നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. എന്ത് ഞാൻ പുന്നപ്പുറയുള്ള ഞാൻ ഇതറിഞ്ഞ് വന്നതാണ് ഇവിടെ. അങ്ങനെ ഈ ഒരു സംഭവം നാടിനെ നടുക്കിയിട്ടുണ്ട്. അങ്ങനെ പുറത്തെ നിന്നുള്ള സ്ഥലത്തടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവുമില്ലാത്ത ശാന്തമായ ഒരു മേഖലയാണ് ഇവിടെ. ഇങ്ങനെ ഒരു കൊലപാതകം, അതും തങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലൊരാൾ, അതായത് നാട്ടുകാരോട് പോലും മുഖത്ത് നോക്കി സംസാരിക്കാത്ത ഒരു വ്യക്തി ഇങ്ങനെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത് കുഴിച്ചു മൂടി എന്ന് വിശ്വസിക്കാനാവുന്നില്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ച് ചില ആക്ഷേപം ഉണ്ടായിരുന്നു. അതായത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ കൂടി
പറയുന്നുണ്ട്. ഇനി ഇപ്പോൾ നടക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികളാണ്. ഏകദേശം പൂർണ്ണമായും മൃതദേഹം കുഴിക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം 1.5 മണിക്കൂറോളം സമയമായിരിക്കും ഇൻക്വസ്റ്റിന് വേണ്ടുക. ഈ ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം, DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ആയിരിക്കും നടക്കുക. കരുനാഗപ്പള്ളി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 10:30യോടുകൂടിയാണ് കരുനാഗപ്പള്ളി പോലീസ് ഈ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലേക്ക് എത്തി ഈ മൃതദേഹം കണ്ടെടുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ഏകദേശം ഇപ്പോൾ ഒരു 3 മണിക്കൂർ സമയം കൊണ്ടാണ് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും അത് പുറത്തേക്കെടുക്കാനുള്ള നടപടികൾ പൂർണ്ണമായിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ആർ അരുൺ രാജ് കൂടി ചേരുന്നു. അരുൺ, ഇതിൽ പോലീസ് എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്? വളരെ തന്ത്രപരമായി ഈ കുറ്റകൃത്യം ഒളിപ്പിക്കുക, മൃതദേഹം ഒളിപ്പിക്കുക, തെളിവുകൾ പുറത്തു വരാതിരിക്കാനുള്ള നീക്കങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക, ഇതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് അന്വേഷണ സംഘം ഈ പ്രതിയിലേക്ക് എത്തുന്നത്? അതിൽ നിർണായകമായത് എന്തൊക്കെയാണ് അരുൺ? വിജയകുമാർ, പോലീസിന് മുമ്പാകെ നവംബർ 13 പരാതി എത്തുന്നു. കരുനാഗപ്പള്ളി ആദിക്നാട് സ്വദേശിയായ വിജയലക്ഷ്മിയെ കാണുന്നില്ല എന്നതായിരുന്നു ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ഈ വിജയലക്ഷ്മിയുടെ ഫോൺ സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ വിജയലക്ഷ്മിയെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എറണാകുളത്ത് ഇത്തരമൊരു ഫോൺ എത്തിയതെന്ന പരിശോധനയാണ് പിന്നീട് തുടങ്ങിയത്. അങ്ങനെയാണ് എറണാകുളം ഒരു KSRTC സ്റ്റാൻഡിൽ നിന്നൊരു ജീവനക്കാരനാണ്, കണ്ടക്ടറാണ് ഈ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. ഫോണിൽ അലക്ഷ്യമായ നിലയിൽ കണ്ടെത്തിയ ഫോൺ ഏൽപ്പിച്ചു എന്നതായിരുന്നു ഈ പ്രധാനപ്പെട്ട വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോണുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻസി കോളുകളാണ് പോലീസ് പരിശോധിച്ചത്. അതിന്റെ CDR അടക്കം എടുത്ത് പരിശോധിച്ചപ്പോൾ റെഗുലറായി സംസാരിച്ച ഒരു വ്യക്തിയിലേക്ക് പോലീസ് അന്വേഷണം എത്തി. അത് ആദ്യഘട്ടത്തിൽ 3 പേരായിരുന്നു. കരുനാഗപ്പള്ളി തന്നെ സ്വദേശിയായ ഒരു വ്യക്തി, മറ്റൊന്ന് ഈ ജയചന്ദ്രൻ ഈ വ്യക്തി, അതുപോലെ തന്നെ ഈ ശക്തികുളങ്ങര സ്വദേശിയായ മറ്റൊരു ചെറുപ്പക്കാരൻ. ഈ 3 പേരിലേക്കാണ് ആദ്യഘട്ടത്തിൽ പോലീസ് വിവരങ്ങൾ അന്വേഷിച്ചെത്തിയത്. അവിടെ നിന്നാണ് ജയചന്ദ്രൻ എന്ന ഒറ്റ പേരിലേക്ക് പിന്നീട് പോലീസ് എത്തുന്നത്. അതിന് പോലീസ് സംശയിക്കുന്ന ചില കാരണങ്ങളുണ്ട്. ഈ സ്ത്രീയെ കാണാതായെന്ന് പറയുന്ന നവംബർ 6 ആ വൈകുന്നേരം 7:40 അവസാനമായി ഈ വിജയലക്ഷ്മി ഫോണിൽ സംസാരിച്ചത് ജയചന്ദ്രനുമായിട്ടാണ്. ആ ഫോണിൽ സംസാരിച്ച ശേഷമാണ് ഈ വിജയലക്ഷ്മിയെ കാണാതാകുന്നത് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഇതിന് പിന്നാലെ പോലീസ് ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അമ്പലപ്പുഴയാണെന്ന് മനസ്സിലാക്കുകയാണ്. അമ്പലപ്പുഴ സ്വദേശിയായ ഈ ജയചന്ദ്രനിലേക്ക് പിന്നീട് പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചെങ്കിലും ജയചന്ദ്രൻ ആദ്യഘട്ടത്തിൽ ഈ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. ജയചന്ദ്രൻ പൂർണ്ണമായിട്ടും താൻ ഇതിൽ പങ്കാളിയല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് പോലീസ് ഇതിന്റെ ശാസ്ത്രീയ തെളിവുകൾ, സാങ്കേതികപരമായ കാരണങ്ങളടക്കം പരിശോധിക്കാൻ തയ്യാറായത്. ജയചന്ദ്രന്റെ വീട്ടിലടക്കം എത്തി പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ചില സംശയങ്ങൾ പോലീസിന് മുമ്പാകെ എത്തുകയും ഈ ജയചന്ദ്രന്റേതായ വിവരങ്ങൾ പോലീസ് തേടുകയും ചെയ്തത്. ഒടുവിൽ ജയചന്ദ്രൻ എറണാകുളത്ത് ഈ പോലീസിന് ഫോൺ ലഭിച്ച സമയം എറണാകുളത്ത് എത്തിയതായി വിവരം ലഭിച്ചു. പക്ഷേ അപ്പോഴും എറണാകുളം യാത്ര സംബന്ധിച്ച് തെറ്റായ വിവരമാണ് ജയചന്ദ്രൻ പോലീസിന് മുമ്പാകെ നൽകിയത്. പക്ഷേ അത് പോലീസ് ഉറപ്പിച്ചില്ല. ജയചന്ദ്രനെ പിന്നീട് ഞായറാഴ്ചയോടെ ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് ഈ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയമാണ് അവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ജയചന്ദ്രന്റെ പേഴ്സിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ എറണാകുളം യാത്രയുടെ ട്രെയിൻ ടിക്കറ്റ് അടക്കം ഈ KSRTCയുടെ യാത്ര ചെയ്ത ടിക്കറ്റ് അടക്കം പോലീസിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ജയചന്ദ്രൻ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. ഇന്ന് പുലർച്ചെയോടെയാണ് ജയചന്ദ്രൻ ഇക്കാര്യത്തിൽ താനാണ് കൊലപാതകം ചെയ്തത്. കൊലപാതകത്തിന് കാരണം ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് എത്തിയ ഒരു ഫോൺ കോളാണ്. അതിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ വിജയലക്ഷ്മിയെ താൻ ആദ്യം തലപിടിച്ച് കട്ടിലിടിക്കുന്നു. ഒടുവിൽ ആ മരണം സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടായതിനെ തുടർന്ന് ഈ മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് തലക്കിടിക്കുകയും പിന്നീട് കഴുത്തിരിച്ച് മരണം ഒന്നുകൂടി ഉറപ്പിച്ച ശേഷം സമീപത്തെ പറമ്പിൽ കുഴിച്ചിടുകയും ചെയ്തത്. ഈ കുഴിച്ചിട്ട സമയത്തും ആ ജയചന്ദ്രൻ തന്നിലേക്ക് അന്വേഷണം വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പറമ്പ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പറമ്പിൽ പൂർണ്ണമായും വിണ്ടുകീറിയ അവസ്ഥയിലായി. അപ്പോൾ മൃതദേഹത്തിന്റെ ഗന്ധം പുറത്തേക്ക് എത്തുമോ എന്ന സംശയത്തെ തുടർന്ന് കൂടുതൽ മണ്ണ് സമീപത്ത് നിന്നെടുത്ത് ഈ കുഴിച്ചിട്ട സ്ഥലത്ത് വീണ്ടും ഇട്ടു. പക്ഷേ അപ്പോഴും ഈ സ്ഥലത്ത് ഒരു നായ എത്തി ഈ സ്ഥലം കൂടുതൽ ചെകയുന്നത് കണ്ടുകൊണ്ടാണ് ഈ സമീപത്ത് കിടന്ന കോൺക്രീറ്റ് മിക്സർ ഉപയോഗിച്ച് ഈ സ്ഥലം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തത്. ഒരു ലെയർ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പൂർണ്ണമായും പുറത്തെടുത്തിട്ടുണ്ട്. കൊലപാതകം താനാണ് ചെയ്തതെന്ന് ഇപ്പോൾ ജയചന്ദ്രൻ തന്നെ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. നിലവിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷിച്ച മിസ്സിംഗ് പരാതി ഇനി അമ്പലപ്പുഴ പോലീസായിരിക്കും ഈ കേസുമായി സംബന്ധിച്ച തുടരന്വേഷണം നടത്തുക. കൊലപാതകം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും മോട്ടീവ് ഉണ്ടോ എന്നീ കാര്യങ്ങൾ പരിശോധന നടത്തും. എന്തായാലും ഈ ജയചന്ദ്രന്റെ കുടുംബം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ആ കുടുംബത്തിന് ഇവർ തമ്മിൽ സൗഹൃദമുണ്ടെന്നറിയാം.
അറിയാം. അതിനപ്പുറമുള്ള ചില വസ്തുതകളെ സംബന്ധിച്ച കൂടുതൽ വ്യക്തതയില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു. അന്വേഷണത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായ ഒരു മികവ് പോലീസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞതും ഈ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞതും മൃതദേഹം പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞതും അടക്കമുള്ള കാര്യങ്ങളിൽ ഈ അന്വേഷണത്തിന് കൂടുതൽ ബലപ്പെടുന്നതാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആലപ്പുഴ SP MB മോഹനചന്ദ്രൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടത്. എന്തായാലും ജയചന്ദ്രനെ അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ കരുനാഗപ്പള്ളി പോലീസിൽ നിന്ന് അമ്പലപ്പുഴ പോലീസ് ഏറ്റെടുക്കും. കാരണം ഈ കേസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ക്രൈം സീൻ എന്ന് പറയുന്നത് അമ്പലപ്പുഴയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നടക്കും. എന്തായാലും കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അത് ക്രൂരമായ കൊലപാതകം, അത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണെന്നും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നുണ്ട്. എഫ്ഐആറിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വന്ന ഒരു ഫോൺ കോൾ, അതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ്. അരുൺ, ഇതിൽ മറ്റ് സഹായം ഈ പ്രതിക്ക് കിട്ടിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഇയാൾ ഒറ്റയ്ക്കാണോ കൃത്യം ചെയ്തത്? ഈ മൃതദേഹം മറവ് ചെയ്യാനൊക്കെ ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ ഈ പറയുന്ന ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണമാകെ നീങ്ങുന്നത്, അല്ലേ? തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനം പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പോലീസ് ഉറപ്പിക്കാൻ കാരണം ചില വസ്തുതകളാണ്. കാരണം ഈ പ്രതി നൽകിയ വിവരം, പ്രതി നൽകിയ മൊഴികൾ, ഇതിൽ കൂടുതൽ പേർക്ക് പങ്കില്ല എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഉറച്ചു തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്നത് ഇതിൽ ഈ വിജയലക്ഷ്മിയെ റെഗുലർ കോണ്ടാക്ട് ചെയ്ത കുറച്ച് പേരുണ്ട്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമായിരുന്നോ? ഇവർ നേരത്തെ ജയചന്ദ്രനുമായി ഫോണിലോ ഏതെങ്കിലും തരത്തിലോ ബന്ധപ്പെട്ടിരുന്നോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് ജയചന്ദ്രൻ എന്ന വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഈ പ്രതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസമായി വലിയ ഉന്നതിയൊന്നുമുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ലഭിച്ച പരിമിതമായ അറിവ്, സിനിമയിൽ നിന്ന് ലഭിച്ച അറിവ്, ഇതെല്ലാം ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയതും പിന്നീട് ഈ കൊലപാതകം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതും ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ പ്രതി ഇപ്പോൾ പറയുന്നത് വസ്തുതകളാണ്, ശരിയാണ്, സത്യമാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പിടിക്കപ്പെടുമ്പോഴും പിടിച്ച് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലും അടക്കം പ്രതി കളവ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ പ്രതി പറയുന്നതിൽ ചില വസ്തുതകളുണ്ട്, അതിൽ ശരിയുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട പ്രതിക്ക് ഇനി ഒളിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസ് അതിനെ കുരുക്ക് മുറുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു മിസ്സിംഗ് കേസ് അന്വേഷിച്ച കരുനാഗപ്പള്ളി പോലീസ് ഈ പ്രതിയിലേക്ക് എത്തുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് ഈ പ്രതിയിലെ പിടികൂടുന്നത്. പ്രതിയെ പിടികൂടി ഒടുവിൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് ഇനി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൂർണ്ണമായും പോലീസിനെ ശേഖരിക്കാൻ കഴിഞ്ഞു. ഈ പ്രതി ഈ എറണാകുളത്തേത് പോയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതുപോലെ ഈ വിജയലക്ഷ്മിയുമായി ഫോണിൽ വിളിച്ചതിന്റെ രേഖകൾ, ഈ സ്ഥലത്തെത്തിച്ച ടവർ ലൊക്കേഷൻ, CDR, റെഗുലറായി ഫോണിൽ സംസാരിച്ചതിന്റെ വിവരങ്ങൾ, കൊലപാതകത്തിനിടയാക്കിയ മോട്ടീവ്, അതുമായി സാധൂകരിക്കുന്ന പ്രതിയുടെ മൊഴിയിൽ സാധൂകരിക്കുന്ന ഫോൺ ഡീറ്റെയിൽസ്, ഇതെല്ലാം നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇനി തുടർ നീക്കമുണ്ടാവും. എന്തായാലും അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അരുൺ, അതുപോലെ നേരത്തെ തന്നെ അരുൺ സൂചിപ്പിച്ചിരുന്നു, ഈ വിജയലക്ഷ്മിയെ വിളിച്ചയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. ആ ഒരു കോളാണ് ഈ പ്രകോപനത്തിന് കാരണമായത് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ലീഡ്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലീഡ് ആ ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം ഈ ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്തത് ശക്തികുളങ്ങരയിൽ വെച്ചാണ്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ സംഭവ ദിവസം, ഈ കൊലപാതകം നടക്കുന്ന ദിവസം പുലർച്ചെ ഈ ഫോണിലേക്ക് എത്തിയ ഒരു ഫോൺ കോൾ, അത് വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് ഈ കരുനാഗപ്പള്ളി സ്വദേശി, അത് ഇപ്പോൾ ഈ കേസുമായി നേരിട്ട് അയാൾക്ക് പ്രതിയല്ലാത്തതോടെ അയാളുടെ പേര് നമ്മൾ പറയുന്നില്ല എന്നത് മാത്രമാണ്. കാരണം അയാളുടെ സ്വകാര്യത മാനിക്കേണ്ടതുണ്ട്. ഈ കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരു വ്യക്തിയുടെ ഫോണാണ് ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് എത്തുന്നത്. ആ ഫോണിലെത്തിയ കോൾ അത് ജയചന്ദ്രനെ പ്രകോപിതനാക്കി. തുടർന്നാണ് ഈ കൊലപാതകം നടത്തുന്നത്. പക്ഷേ അപ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനം ഈ പ്രകോപനം ഉണ്ടായ ശേഷം ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ പ്രതി പിന്നീട് വേറെ ആരുമായി സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പോലീസിന് ഇക്കാര്യത്തിൽ ലീഡ് ലഭിക്കുന്നത് രണ്ട് ഘട്ടത്തിലാണ്. ഒന്ന്, ഈ വിജയലക്ഷ്മിയുടെ ഫോണിൽ അവസാനമായി എത്തിയ ഫോൺ കോൾ. രണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ജയചന്ദ്രനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, അത് കളവാണെന്നും പോലീസ് ലഭിച്ച വിവരങ്ങൾ ശരിയാണെന്നും തെളിയിക്കുന്ന ചില തെളിവുകൾ. അത് ഈ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ഇരുവരും തമ്മിൽ കണ്ടിട്ടില്ലെന്ന് ആദ്യമേ തന്നെ ജയചന്ദ്രൻ കളവ് പറഞ്ഞു. ഇത് പോലീസിന് തെറ്റാണെന്ന്
തെളിയിക്കാൻ വളരെ നിഷ്പ്രയാസം കഴിഞ്ഞു. കാരണം ഈ ഒരേ ടവർ ലൊക്കേഷൻ, കണ്ട സ്ഥലങ്ങൾ, യാത്ര ചെയ്ത സമയങ്ങൾ, ഇതെല്ലാം പോലീസ് കൃത്യമായി ഏകോപിപ്പിച്ചു. അത് ഈ ജയചന്ദ്രൻ പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് ഈ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലും ജയചന്ദ്രൻ അറിയാതെയാണ് പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. അപ്പോഴും ജയചന്ദ്രൻ പറയുന്നതിൽ ചില കളവുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇതിൽ ഒരു വ്യക്തി നൽകിയ വിവരമാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ KSRTCയിലെ കണ്ടക്ടറാണ്. ഈ തന്റെ വാഹനത്തിൽ, തന്റെ എറണാകുളത്തെ കണ്ണൂരിലേക്ക് പോകുന്ന തന്റെ വാഹനത്തിൽ ഒരാൾ ഫോൺ ഉപേക്ഷിച്ചു പോകുന്നതായി മറ്റൊരു യാത്രക്കാരൻ കണ്ടു എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് മറന്നു വെച്ചതാണോ എന്ന സംശയമുണ്ട്. അതിനാൽ ഈ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു എന്നായിരുന്നു കണ്ടക്ടർ നൽകിയ മൊഴി. അങ്ങനെ ഒരു മൊഴി അവിടെ എത്തിയപ്പോൾ തന്നെ പോലീസ് ജയചന്ദ്രൻ എറണാകുളത്ത് എത്തിയിരുന്നോ എന്നതായിരുന്നു ആദ്യം പരിശോധിച്ചത്. ടവർ ലൊക്കേഷനിൽ എറണാകുളത്ത് ജയചന്ദ്രൻ എത്തിയതായി ബോധ്യപ്പെട്ടു. തുടർന്ന് ജയചന്ദ്രൻ ഞായറാഴ്ച ഈ ശക്തികുളങ്ങരയിൽ എത്തിയപ്പോൾ അവിടെ കാത്തുനിന്ന കരുനാഗപ്പള്ളിയിലെ പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത സമയത്ത് അറസ്റ്റ് റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയില്ല. കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ താൻ എറണാകുളത്ത് പോയിട്ടില്ല എന്നതാണ് പ്രതി ആദ്യം പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഈ പ്രതിയുടെ പേഴ്സിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ, അത് എറണാകുളത്തേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട ടിക്കറ്റാണ്. അതിൽ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അതിൽ മറ്റൊരാവശ്യത്തിന് പോയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആ ആവശ്യം നടന്നില്ല, അതുകൊണ്ട് തിരിച്ചു പോരുന്നു. പക്ഷേ ഇത് സാധൂകരിക്കുന്ന വിവരമായിരുന്നില്ല പ്രതിയുടെ ഫോൺ കോളിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് ഈ ചേവായൂർ എന്ന സ്ഥലത്ത് പോയി എന്നതായിരുന്നു പ്രതി നൽകിയ മൊഴി. പക്ഷേ അത് സാധൂകരിക്കുന്ന വിവരമായിരുന്നില്ല ഫോണിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതി ഇതാണെന്ന് പോലീസ് ഉറപ്പിച്ചു, ജയചന്ദ്രനാണെന്ന് ഉറപ്പിച്ചു. അപ്പോഴും ജയചന്ദ്രനിൽ നിന്ന് ഒരു ലീഡ് കിട്ടണം. കാരണം മൃതദേഹം അടക്കം കണ്ടെടുക്കണമെങ്കിൽ ഒരു ലീഡ് ഈ പ്രതിയിൽ നിന്ന് കിട്ടണം. അതിനുള്ള ശ്രമങ്ങളാണ് പിന്നീട് പോലീസ് നടത്തിയത്. ആ ശ്രമം ഒടുവിൽ വിജയം കണ്ടു. ഒടുവിൽ പ്രതി പോലീസിന് മുമ്പാകെ കുറ്റസമ്മതം നടത്തുകയാണ്. താൻ തന്റെ പ്രകോപനത്തിന് അടിമപ്പെട്ട് താൻ ചെയ്തു പോയതാണ്, താൻ ഈ രീതിയിലാണ് കൊലപാതകം ചെയ്തത് എന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ഒടുവിൽ അത് മനസ്സിലാക്കിയ പോലീസ് ഇന്ന് പുലർച്ചെയോടെ സമ്മതിച്ചതിനെ തുടർന്ന് ബാക്കി വിവരങ്ങൾ കൂടി ശേഖരിച്ച് ഇന്ന് 10:30 കരുനാഗപ്പള്ളി പോലീസ് സംഘം അമ്പലപ്പുഴ പോലീസിനെ വിവരമറിയിച്ച ഫോറൻസിക്കിന്റെ അടക്കം സഹായത്തോടെ ഈ സ്ഥലത്ത് ജയചന്ദ്രന്റെ വീടിന്റെ പിൻവശത്തുള്ള ഒരു വീട് നിർമ്മാണത്തിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും ഈ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഈ സ്ഥലം ഇപ്പോൾ പരിശോധന നടത്തി ഈ മൃതദേഹം വീണ്ടെടുക്കുകയും ചെയ്തത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് മൃതദേഹം പുറത്തേക്ക് ആംബുലൻസിലേക്ക് മാറ്റാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്. എന്തായാലും അതിഭീകരം, ദാരുണമായ ഒരു അന്ത്യം അല്ലെങ്കിൽ നിഷ്ഠൂരമായ കൊലപാതകം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രതി കൊല ഉറപ്പിക്കാൻ വേണ്ടി 2 തവണ വീണ്ടും ഇതിൽ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് തലക്കടിക്കുന്നു, വീണ്ടും കഴുത്തിരിച്ച് കൊല്ലുന്നു. അത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കൊലപാതകം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതി ഇപ്പോഴും നമ്മളോട് ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോഴും പ്രതി യാതൊരു ഭാവഭേദവും ഇല്ലാതെ കൂസലില്ലാതെയാണ് പ്രതി നടന്നു നീങ്ങിയത്. പക്ഷേ പോലീസ് പറയുന്നത് ഈ പ്രതി കൂടുതൽ സമയവും ഈ കേസിൽ താൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്തുനിന്ന് അടക്കം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം ഒരു തുറസായ സ്ഥലത്ത് 4 വീടുകളിൽ നിന്ന് കൃത്യമായി ഒരു ഫോക്കസ് ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പ്രതി ഇത്ര വേഗത്തിൽ കുഴിച്ചിട്ടുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ കോൺക്രീറ്റ് ചെയ്തടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണത്തിലെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. രാത്രിയിലാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തതെന്നാണ് പോലീസിന്റെ അനുമാനം. അമ്പലപ്പുഴയിലെ കരൂരിൽ നിന്ന് അല്പസമയം മുമ്പ് ഈ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. ആ മൃതദേഹം അവിടെ ഒന്ന് മാറ്റും, ആംബുലൻസ് അവിടേക്ക് പോലീസ് എത്തിച്ചിട്ടുണ്ട്. ഇയാൾ ഒറ്റയ്ക്കാണ് ഈ കൃത്യം ചെയ്തത് എന്നതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ, മറ്റേതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം കൂടുതൽ അന്വേഷണം നടത്താൻ പോകുന്നതേ ഉള്ളൂ. പ്രതിയുടെ ഭാര്യ നൽകിയ മൊഴിയും കൊല്ലപ്പെട്ടയാളുടെ സഹോദരി നൽകിയ മൊഴിയും പ്രധാനപ്പെട്ടതാണ്. അതും ഈ കേസിൽ നിർണായകമാണ്. ആ നിലയിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് അന്വേഷണ സംഘം. മനീഷ് മഹിപാലും അരുൺരാജുമാണ് വിവരങ്ങൾ നൽകിയത്.